പ്രണയത്തിനു മുന്നിൽ എത്ര വലിയ തടസ്സങ്ങൾ വന്നാലും വിധി ഒരുമിപ്പിക്കാൻ തീരുമാനിച്ചാൽ അതിനെ തടയാൻ ആർക്കും കഴിയില്ല. ജിമ്മിയുടെയും സിൽവിയുടെയും ഏറ്റവും സന്തോഷകരമായ ദിവസങ്ങളിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. നമുക്ക് കേൾക്കാം നാം വെടുക്കുന്ന പ്രണയം ഭാഗം 62. ഓഗസ്റ്റ് മാസം 9-ാം തീയതി ഞായറാഴ്ചയാണ് കൊച്ചമ്മാവനും ലീല അമ്മായിയും സോജനും ലില്ലിയും അന്നമ്മച്ചേടത്തിയും കൂടി സിൽവിയെ കാണാൻ പോകാൻ തീരുമാനിച്ച ദിവസം. ഓഗസ്റ്റ് മാസമാകുമ്പോഴേക്കും മഴയുടെ ശൗര്യമൊക്കെ കുറയുമെന്നും തെളിഞ്ഞ അന്തരീക്ഷമുണ്ടാകും എന്നുമാണ് അവരുടെയൊക്കെ കണക്കുകൂട്ടൽ. അതനുസരിച്ചാണ് ആ മാസം ആ കാര്യത്തിനു വേണ്ടി തിരഞ്ഞെടുത്തത്. പോക്കും വരവുമൊക്കെ നടത്തി കാര്യങ്ങൾ തീരുമാനമായി വരുമ്പോഴേക്കും അടുത്ത മാസം ആകുമല്ലോ. അപ്പോൾ പിന്നെ വിവാഹം നടത്താൻ പറ്റിയ കാലാവസ്ഥയാകും. ആ കണക്കുകൂട്ടലിലാണ് അങ്ങനെ ഒരു തീരുമാനം അവർ എടുത്തത്. അപ്പച്ചൻ ചേട്ടനോട് ആലോചിച്ചിട്ടാണ് തീയതി തീരുമാനിച്ചത്. അതല്ലാതെ പറ്റുകയുമില്ലല്ലോ. കാര്യം നേരത്തെ അറിയാവുന്നവരാണെങ്കിലും ചടങ്ങ് പോലെ തന്നെ നടക്കണ്ടേ. അതനുസരിച്ച് എല്ലാ ഒരുക്കങ്ങളും അവർ റെഡിയാക്കിയിരുന്നു. പെണ്ണിൻ്റെ അമ്മാവന്മാരോട് 2 പേരോടും വരണം എന്ന് പറഞ്ഞു. അവർ നേരത്തെ തന്നെ മിക്കവാറും എത്തിയിട്ടുണ്ടാകും. അവർക്ക് പിന്നെ ഒറ്റയ്ക്ക് വരുന്ന സ്വഭാവം വളരെ കുറവാണ്. പിള്ളേർ സ്കൂളിൽ പോയാൽ തന്നെ 2 പേരും കൂടി വരും. അല്ലെങ്കിൽ പിള്ളേരടക്കം എല്ലാവരും വരും. 10 മണിയോടുകൂടി അവർ അവിടെ എത്തി. രാവിലത്തെ കാപ്പിയുടെയും ഉച്ചക്കത്തെ ഊണിൻ്റെയും ഇടയ്ക്കുള്ള ഒരു സമയമാണ് സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങൾക്കായി തിരഞ്ഞെടുക്കുക. അവിടെ എത്തിയ പാടെ അന്നമ്മച്ചേടത്തി വീടിനുള്ളിലേക്ക് കയറിപ്പോയി. തീരുമാനിക്കേണ്ട കാര്യങ്ങളൊക്കെ ആണുങ്ങൾ തന്നെ തീരുമാനിച്ചു കൊള്ളട്ടെ എന്നതാണ് അവരുടെ ഒരു രീതി. എന്തൊക്കെയാണ് തീരുമാനിക്കേണ്ടത് എന്നൊക്കെ നേരത്തെ തന്നെ പറഞ്ഞു കൊടുത്തിട്ടാണ് അവരുടെ ഈ പിന്മാറ്റം. അന്നമ്മച്ചേടത്തി പോയി സാറാമ്മയോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നു. അതിനിടയ്ക്ക് സിൽവിയെ കണ്ടു സംസാരിച്ചു. അവൾക്കൊരു ടെൻഷൻ പോലെയാണല്ലോ. അറിയാവുന്ന ചെറുക്കനാണെന്നൊക്കെ പറഞ്ഞാലും പെണ്ണ് കാണലല്ലേ, ഇച്ചിരി ടെൻഷൻ ഇല്ലാതിരിക്കാൻ പറ്റുമോ? എന്തിനാ സിൽവി കൊച്ചേ നിനക്ക് ടെൻഷൻ? എന്തായാലും കാര്യം തീരുമാനിച്ചു കഴിഞ്ഞതല്ലേ നേരത്തെ. ഇനിയിപ്പോൾ അമ്മച്ചിയും അമ്മാവനും സോജനും കൂടി വന്നിരിക്കുന്നത് എന്തിനാന്നോ? ആ തീയതി ഒന്ന് തീരുമാനിക്കാൻ വേണ്ടിയാണ്. ഒരു ടെൻഷനും വേണ്ട. സാധാരണ പോലെ ചിരിച്ചുകൊണ്ട് ചായയും പലഹാരങ്ങളും കൊണ്ടുപോയി അവിടെ വെച്ചാൽ മതി. അമ്മച്ചി പറയും പോലെ ചെയ്താൽ മതി എൻ്റെ മോള്. എനിക്കെങ്ങും ടെൻഷനൊന്നുമില്ല അമ്മച്ചി. പരിചയമില്ലാത്ത ആളുകളെ അല്ലേ കാണുന്നത്. അതുകൊണ്ട് ചെറുതായ ഒരു ചമ്മൽ, അത്രയേ ഉള്ളൂ. അത് അവരെ പരിചയപ്പെട്ട് കഴിയുമ്പോൾ തീരുകയും ചെയ്യും. തന്നെയുമല്ല, ഇവരെ ഞാനന്ന് വീടിൻ്റെ പാലുകാച്ചലിന് കണ്ടതാണല്ലോ. സംസാരിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. അതിലൊന്ന് സുലുവിൻ്റെ ചാച്ചനല്ലേ? അതെ, പറഞ്ഞതുപോലെ നിങ്ങൾ 2 പേരുമായിരുന്നല്ലോ അന്ന് ഒരുമിച്ച് കമ്പനികൾ. അവളെ കൂടി കൊണ്ടുവരാമായിരുന്നു. എങ്കിൽ നിനക്കൊരു കമ്പനി ആയേനെ. ശരിയായിരുന്നു, പക്ഷെ കൊണ്ടുവന്നില്ലല്ലോ. എങ്കിൽ അവൾക്കും സന്തോഷമായിരിക്കും. ഏതായാലും വിട്ടുപോയതല്ലേ, ഇനി അതിനെപ്പറ്റി ചിന്തിക്കണ്ട. മുറ്റത്ത് കല്യാണമുറപ്പിക്കൽ തീയതിയും മറ്റു കാര്യങ്ങളുമാണ് ചിന്തിച്ചു കൊണ്ടിരുന്നത്. 2 വീട്ടുകാർക്കും കാര്യമായ തിരക്കുകളോ പ്രശ്നങ്ങളോ ഒന്നുമില്ലാത്തതാണ് ആ സമയം. അതുകൊണ്ട് തന്നെ ഏത് ദിവസം തീരുമാനിച്ചാലും ബുദ്ധിമുട്ടൊന്നും വരാനില്ല. തിരക്ക് പണികളുമില്ല, വിളവെടുപ്പ് പോലുള്ള കാര്യങ്ങളുമില്ല. എല്ലാത്തിനും കുറച്ച് നാൾ കൂടി കഴിയണം.
പൊതുവെ ഒന്ന് ഫ്രീ ആയി നിൽക്കുന്ന സമയമാണത്. ഇത്തരം കാര്യങ്ങൾക്കും പറ്റിയ സമയം. കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയേണ്ടി വന്നില്ല. എല്ലാ തീയതികളും പെട്ടെന്ന് തന്നെ തീരുമാനമായി. പെണ്ണിനെ കാണുന്നതിന് മുൻപ് തന്നെ ഇനിയുള്ള 3 ചടങ്ങുകളുടെയും തീയതികൾ തീരുമാനിച്ചു. അതിനു വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പരസ്പര ധാരണ ആവുകയും ചെയ്തു. എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചിട്ടും എന്തു കൊടുക്കും എന്നെന്തേ ആരും ചോദിക്കാത്തത്? കൊച്ചേട്ടൻ ചോദിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. സാധാരണ അമ്മാവന്മാരാണല്ലോ ഇത്തരം കാര്യങ്ങൾ ചോദിക്കുന്നത്. നിങ്ങൾ ചോദിക്കാത്തത് കൊണ്ടാണ് ഞാൻ പറയാത്തത്. എൻ്റെ അപ്പച്ച, അതൊക്കെ പഴയ കാലത്തല്ലേ. നമ്മളൊക്കെ കെട്ടുന്ന കാലത്ത് സ്ഥിതി അതാണ്. ഇന്നിപ്പോൾ കാര്യങ്ങളാകെ മാറിയില്ലേ? തന്നെയാണോ ഒന്നും കിട്ടുന്നില്ല എന്ന് വിചാരിച്ച് ഇവർ രണ്ടും കല്യാണം കഴിക്കാതിരിക്കുമോ? തീരുമാനമെടുത്തു കഴിഞ്ഞ കാര്യമായതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും ചോദിക്കേണ്ടതില്ല. കൊടുക്കാൻ മനസ്സുള്ളത് നിങ്ങൾ കൊടുക്കും, അതവർ മേടിക്കുകയും ചെയ്യും. കൂടുതലൊന്നും ചോദിക്കാനുമില്ല, പറയാനുമില്ല. ഈ കാര്യം ചോദിച്ചില്ല എന്നതുകൊണ്ട് അപ്പച്ചൻ അവൾക്ക് കൊടുക്കാനുള്ളത് കൊടുക്കാതിരിക്കില്ലല്ലോ. അതിപ്പോൾ ആർക്കാ അറിയില്ലാത്തത്? പിന്നെ ചർച്ച ചെയ്യാൻ കാര്യമായി ഒന്നുമില്ല. എവിടെ വെച്ച് ഉറപ്പിക്കൽ നടത്തണം എന്ന് മാത്രമേ തീരുമാനിക്കാനുണ്ടായിരുന്നുള്ളൂ. അത് സാധാരണ നടക്കേണ്ടത് ചെറുക്കൻ്റെ വീട്ടിൽ വെച്ചാണ് എന്ന് അമ്മാവൻ പറഞ്ഞു. അത് പ്രകാരം കല്യാണമുറപ്പിക്കൽ ഇനി വരുന്ന ഞായറാഴ്ച ജിമ്മിയുടെ പുതിയ വീട്ടിൽ വെച്ച് നടത്താൻ തീരുമാനമായി. ആലോചനകളൊക്കെ കഴിഞ്ഞു. എല്ലാവരും എഴുന്നേറ്റു. നടുവിന് കൈകൊടുത്തുകൊണ്ടാണ് അമ്മാവൻ എഴുന്നേറ്റത്. അതോടൊപ്പം തന്നെ പറയുകയും ചെയ്തു, എൻ്റെ അപ്പച്ച, നടുവൊന്നും പഴയതുപോലെ സമ്മതിക്കുന്നില്ല. കൂടുതൽ നേരം ഇരുന്നാൽ പിന്നെ എഴുന്നേൽക്കാൻ പരസഹായം വേണ്ടി വരും. അപ്പോഴേക്കും സിൽവി എല്ലാവർക്കും ചായയും പലഹാരങ്ങളുമായി മുറ്റത്തേക്ക് ഇറങ്ങി വന്നു. കൊച്ചമ്മാവനും സോജനും അപ്പോഴാണ് ശരിക്കും ജിമ്മി കല്യാണം കഴിക്കുന്ന പെണ്ണിനെ മനസ്സിലായത്. എല്ലാവരും അവളെ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. പാലുകാച്ചലിന് സുലുവിൻ്റെ ഒപ്പം വളരെ ഉഷാറായി ഓടി നടന്നിരുന്നയാളാണല്ലോ. സോജന് മാത്രം അത് ഇത്ര നേരമായിട്ടും ഓർമ്മ കിട്ടിയില്ല. ഇപ്പോൾ എനിക്ക് ആളെ ശരിക്കും മനസ്സിലായി. അന്ന് സുലുക്കൊച്ചിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അല്ലേ? ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ കിട്ടിയത് എന്ന് മാത്രം. സിൽവിയെ കൂടുതൽ സമയം നിർത്തണ്ട, കയറി പോയിക്കോട്ടെ. ഓഗസ്റ്റ് മാസം 16-ാം തീയതി കല്യാണമുറപ്പിക്കൽ. അതേ മാസം 29-ാം തീയതി ഒത്തുകല്യാണം. അത് കഴിഞ്ഞ് സെപ്റ്റംബർ മാസത്തിൽ കല്യാണം. അതായത് സെപ്റ്റംബർ മാസം 14-ാം തീയതി കല്യാണം നടത്താനാണ് തീരുമാനമായത്. ഒത്തുകല്യാണം കഴിഞ്ഞും 10-16 ദിവസമുണ്ടല്ലോ വേണ്ടതൊക്കെ ഒരുക്കാൻ. കൂടുതലായി ഒന്നും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനില്ലാത്തതുകൊണ്ട് അമ്മാവനും സഹോദരനും അന്ന് തന്നെ മടങ്ങിപ്പോയി. ഇനിയുള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ സംശയം വരികയാണെങ്കിൽ വിളിക്കണം എന്ന് പറഞ്ഞ് അന്നമ്മ ചേട്ടത്തിയെ പ്രത്യേകം ഏൽപ്പിച്ചിട്ടാണ് അമ്മാവൻ പോയത്. ചെയ്യേണ്ട കാര്യങ്ങളുടെ ഒരു നീണ്ട പട്ടിക തന്നെ ജിമ്മിയെ ഏൽപ്പിച്ചിരുന്നു. ഒന്നിനും ഒരു കുറവും വരാതെ കൃത്യമായി ചെയ്യാൻ കഴിവുള്ളയാളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടാണ് ഏൽപ്പിച്ചത്. പിന്നീടുള്ള ദിവസങ്ങൾ വളരെ തിരക്കിലായിരുന്നു. എല്ലാവരെയും ക്ഷണിക്കണം, അതാണ് ഏറ്റവും പ്രധാന കാര്യം. അതൊരു വിഷമം പിടിച്ച കാര്യം തന്നെയാണ് കേട്ടോ. അന്ന് വൈകിട്ട് വീട്ടിലിരുന്ന് ജിമ്മിയും അന്നമ്മച്ചേടത്തിയും കൂടെ ചേർന്ന് വിളിക്കേണ്ടവരുടെ ലിസ്റ്റ് തയ്യാറാക്കി. ആ ഒറ്റ വഴിയേ ഉള്ളൂ ആരെയും ഒഴിവായി പോകാതിരിക്കാൻ. പല തവണ ആലോചിച്ചു. ആരെയും വിട്ടുപോകാതെ
എല്ലാവരെയും വിളിക്കുന്നതിനായുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്തു. ഡയറിയുടെ 1-2 പേജുകളിൽ നിറയെ ആളുകളുടെ പേര് ക്രമമായി എഴുതി. കൂടെ ജോലി ചെയ്യുന്നവരെയും നേരത്തെ കൂടെ ജോലി ചെയ്തവരെയും മേലുദ്യോഗസ്ഥന്മാരെയും ബന്ധുക്കളെയും മറ്റു സുഹൃത്തുക്കളെയും ഒന്നും വിട്ടുപോകാതെ കൃത്യമായി ഓർത്ത് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി. വിളിച്ചു കഴിയുമ്പോൾ ഓരോരുത്തരുടെയും പേരുകൾ അപ്പോൾ അതിൽ നിന്ന് തടഞ്ഞു കളയും. അതാണ് അവലംബിച്ച രീതി. അങ്ങനെ ഓഗസ്റ്റ് മാസം 22-ാം തീയതി ആയപ്പോഴേക്കും തന്നെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തീർത്തു. 2 ചടങ്ങുകളും ഒരിടവകയിൽ തന്നെ നടക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുകൾ വളരെയേറെ കുറവുണ്ടായിരുന്നു. യാത്രാ സൗകര്യം ചെയ്യേണ്ട ആവശ്യമില്ല. ഓഡിറ്റോറിയം ബുക്കിംഗ് ആണെങ്കിലും 2 കാര്യങ്ങൾക്കും ഒരുമിച്ച് തന്നെ ചെയ്യാം. അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യാവുന്നതുകൊണ്ട് അതെല്ലാം ഒരുമിച്ച് തന്നെ ചെയ്തു. കാര്യങ്ങൾക്കെല്ലാം അപ്പച്ചൻ ചേട്ടൻ്റെ ഒരു സഹായവും ഉണ്ടായിരുന്നു. ജിമ്മിയുടെയും സിൽവിയുടെയും അനുരാഗ നദിക്ക് കുറേയേറെ തടസ്സങ്ങൾ നേരിടേണ്ടി വന്നു. എന്നാലും ഇപ്പോൾ അത് ശാന്തമായി ഒഴുകി ഒരുമിച്ച് ചേരാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പടവിൽ അപ്പച്ചൻ്റെ മകളുടെ ഒത്തുകല്യാണം നാടടച്ച് വിളിച്ച് ആഘോഷിക്കാനാണ് അപ്പച്ചൻ തീരുമാനിച്ചത്. അതിൻ പ്രകാരം പുല്ലരിയിലുള്ള സകല മനുഷ്യരെയും അത്രയും ദിവസം കൊണ്ട് അപ്പച്ചൻ ഓടി നടന്ന് ഒത്തുകല്യാണം വിളിച്ചു. നായ്ക്കയം ഭാഗത്തുള്ളവരും പുല്ലരിക്കാരും എല്ലാവരുമായി വലിയൊരു ജനസഞ്ചയം ഒത്തുകല്യാണത്തിന് ഓഡിറ്റോറിയത്തിൽ എത്തുമെന്നത് തീർച്ചയാക്കി. ജിമ്മിക്കാണെങ്കിൽ നിലത്തിരിക്കാൻ സമയമില്ലായിരുന്നു. എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഏൽപ്പിക്കാൻ മറ്റാരുമില്ലാതെ ഏകനായ ഒരുവൻ്റെ ബുദ്ധിമുട്ട് ഇമ്മിണി അധികമാണ്. മറ്റു പല സമയങ്ങളിലും എന്നതുപോലെ ആ ബുദ്ധിമുട്ട് ഇപ്പോഴും അനുഭവിച്ചു. അന്നു മുതൽ ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളതുകൊണ്ട് അയാളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു വിഷയമായി തോന്നിയില്ല. എങ്കിൽ പോലും ഭൂരിപക്ഷം പേർക്കും ഈ ഒരു സാഹചര്യത്തിൽ തികച്ചും ടെൻഷൻ ഫ്രീ ആയി മാറി നിൽക്കാനുള്ള സൗകര്യം ലഭിക്കുന്നതാണ്. അതൊരു കണക്കിന് നോക്കിയാൽ ആവശ്യവുമാണ്. പക്ഷേ ഭാഗ്യമില്ലാത്തവൻ അതൊന്നും കിട്ടാൻ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. അവന് വിധി എല്ലാ ടെൻഷനും ഒറ്റയ്ക്ക് അനുഭവിക്കാനാണ്. അങ്ങനെ കാത്തിരുന്ന 29-ാം തീയതി നാളെയാണ്. തലേന്ന് തന്നെ സോജനും കുടുംബവും ഉച്ച കഴിഞ്ഞപ്പോഴേക്കും വന്നു. കൊച്ചമ്മാവനും അമ്മായിയും കുറച്ചുകൂടി കഴിഞ്ഞാണ് വന്നത്. അവർ വന്നു കഴിഞ്ഞപ്പോൾ ജിമ്മിക്കും അന്നമ്മച്ചേടത്തിക്കും ശ്വാസം നേരെ വീണു. ഒന്നും ചെയ്യേണ്ടതില്ലെങ്കിൽ പോലും എല്ലാം ശ്രദ്ധിക്കേണ്ട ഒരാൾക്ക് തീർച്ചയായും ടെൻഷനായിരിക്കും. കല്യാണത്തിന് 2 ദിവസം മുമ്പെങ്കിലും ചേട്ടായി ഇവിടെ വന്ന് എൻ്റെ കൂടെ കൂടിയാൽ എനിക്കൊരു സമാധാനമാകുമായിരുന്നു. കഴിയുമെങ്കിൽ ഒരാഴ്ച മുമ്പ് ഇങ്ങ് പോരെ. അവിടെയുള്ള കാര്യങ്ങൾ ഇവരെ ഏൽപ്പിച്ചാൽ മതി. അമ്മാവനും അമ്മായിയും തലേദിവസമെങ്കിലും എന്തായാലും വരണം. എല്ലാവരും ഒരാഴ്ച മുമ്പ് വന്നാലും എനിക്ക് സന്തോഷം. കഴിയുന്നത്ര നേരത്തെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമാകും. ഒരാഴ്ച മുമ്പ് വന്നാൽ മതിയല്ലോ. അത് ഞാൻ ഏറ്റു. ഇപ്പോഴല്ലേ നിനക്ക് ഞാനൊരു കൂടപ്പുറപ്പാകേണ്ടത്. അത് ഞാൻ ചെയ്യുമെടാ. ഈ പ്രാവശ്യം നിന്റെ ആഗ്രഹം തീർച്ചയായും ഞാൻ നടത്തിത്തരും. ആ വാക്കുകൾ ജിമ്മിക്ക് നൽകിയ ഊർജം വളരെ വലുതായിരുന്നു. നാമ്പെടുക്കുന്ന പ്രണയത്തിൻ്റെ 62-ാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ജിമ്മിയുടെയും സിൽവിയുടെയും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങൾ അടുത്തെത്തുകയാണ്. ഒത്തുകല്യാണവും വിവാഹവും.
എന്തൊക്കെ പുതിയ സംഭവങ്ങൾ കൊണ്ടുവരും? അറിയാൻ അടുത്ത ഭാഗം കേൾക്കാൻ മറക്കല്ലേ. ഇനി ആകെ 2 ഭാഗവും കൂടിയേ ഉള്ളൂ. ഇത് നാം വെടുക്കുന്ന പ്രണയം. നന്ദി.